പി ജയരാജനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടാം പ്രതി ഒഴികെയുള്ളവർ 8 പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടു. തലശ്ശേരി കോടതിയുടെ വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ ഹർജിയിലാണ് ഉത്തരവ്. വിവരങ്ങളുമായി ശ്രീകാന്ത്. ശ്രീകാന്ത്, തിരുവോണനാളിൽ പി ജയരാജനെതിരെ ഉണ്ടായ വധശ്രമം എപ്പോഴും CPM പറയാറുള്ളതാണ്. അത് മാത്രമല്ല, ഒരു വലിയ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണത്, അതിജീവനത്തിൻ്റെ സംഭവം കൂടിയാണ്. ഈ ജനുവരി 4 ഇറങ്ങിയ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരാൻ വൈകുന്നത് എന്തുകൊണ്ടാണ് ശ്രീകാന്ത്? ഇതിന്റെ ഓർഡർ ഈ ഘട്ടത്തിലാണ് കിട്ടുന്നത്. ജനുവരി 11-നാണ് ഈ ഉത്തരവ് പുറത്തു വന്നത്. പക്ഷേ പ്രതിഭാഗമോ വാദിഭാഗമോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വിട്ടിരുന്നില്ല. അത് സ്വാഭാവികമായും അതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ വ്യക്തവുമല്ല. എന്തായാലും ഇപ്പോൾ തലശ്ശേരി കോടതി ശിക്ഷിച്ച പ്രതികൾ, അതിൽ 8 പേരെ കോടതി വെറുതെ വിട്ടു. ഒരാളെ കോടതി ഇപ്പോൾ അയാളുടെ ശിക്ഷ ശരിവെച്ചിരിക്കുന്നു. ചില വകുപ്പുകളിലാണ്, അതായത് ബോധപൂർവമായ വധശ്രമം, അതിലാണ് പ്രശാന്തിന്, രണ്ടാം പ്രതി പ്രശാന്തിനെ ശിക്ഷ ശരിവെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള പ്രതികളെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. അവരുടെ പേര് ഇങ്ങനെയാണ്: ഒരാൾ പാറ ശശി, എളംതോട്ടിൽ മനോജ്, ജയപ്രകാശൻ, അതോടൊപ്പം തന്നെ കുനിയിൽ ഷനൂപ്, കൊവ്വേരി പ്രമോദ്, തൈക്കണ്ടി മോഹനൻ, അതോടൊപ്പം കടിച്ചേരി അജി, ചിറയൻകണ്ടത്ത് പ്രശാന്ത്, അയാളെയാണ് നിലവിൽ ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം കൊയ്യോൻ മനു, ഇത്രയും പ്രതികളെ കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു. കോടതി ചൂണ്ടിക്കാണിച്ച കാര്യം, പ്രതികൾക്ക് എതിരായി ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ് നിലവിൽ കോടതി വെറുതെ വിടുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത്. ജനുവരി 4-നാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് കോടതിയിൽ നിന്നും ഉണ്ടാകുന്നതും ജനുവരി 11-ന് ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വരികയും ചെയ്തു. പക്ഷേ ആ സംഭവവുമായി ബന്ധപ്പെട്ട അതിന്റെ വിശദാംശങ്ങൾ അടക്കം പുറത്തേക്ക് വരുന്നതിന് കാലതാമസം നേരിടുകയും ചെയ്തു. ഇരുവിഭാഗത്തു നിന്നും ഈ വാർത്ത അല്ലെങ്കിൽ ഈ കാര്യം പുറത്തേക്ക് വരുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ എന്തായാലും ഇതിന്റെ പകർപ്പടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഈ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ ഭാഗത്തെ വീഴ്ചയാണ് പ്രതികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. RSS പ്രവർത്തകരായിരുന്നു ഈ കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. 8 പ്രതികൾ ആണ് വെറുതെ വിട്ടത്. ഒരാൾ മാത്രമാണ് കുറ്റക്കാരൻ. അതിൽ പ്രശാന്ത് എന്ന് പറയുന്ന പ്രതി മാത്രമാണ്. പി ജയരാജനെ തിരുവോണനാളിൽ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച് മൃതപ്രായനാക്കിയ കേസിലെ പ്രതികളെയാണ് ഇപ്പോൾ കോടതി ഒട്ടുമിക്ക എല്ലാവരെയും, ഒരാളൊഴികെ എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൽ സംഭവിച്ചത്? പ്രോസിക്യൂഷന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ വരും മണിക്കൂറുകളിൽ വ്യക്തമാകട്ടെ.